ഒരു കാര്യം പറയട്ടെ, ഞാൻ പഠിച്ചത് ഒരു ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ്. എന്നെക്കുറിച്ച് ഒരുപാട് കള്ളക്കഥകൾ പ്രചരിക്കുന്നതിൽ ഒരു കഥയാണ്, ഞാൻ ഒരു എയ്ഡഡ് കോളേജിലാണ് പഠിച്ചത്. എയ്ഡഡ് കോളേജിൽ പഠിക്കുന്നത് ഏതാണ്ട് കുറ്റമായിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ പഠിച്ചതൊരു ഗവൺമെൻറ് കോളേജിലാണ്. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് പഠിച്ചത്. എൻ്റെ നാട്ടിൻ പുറത്ത്, ഞാൻ ജനിച്ചു വളർന്നത് കുമ്പഴവടക്കാണ്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ ഉള്ളിൽ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ അടുത്തുള്ള സ്കൂളിങ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലൈബ്രറികളാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു അക്കാഡമിക് അന്തരീക്ഷമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഞാൻ പോകുന്നത് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് കോളേജിലേക്കാണ്. ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് ഞാൻ 7 വർഷം പഠിച്ചത്. പ്രീ ഡിഗ്രിയും എൻ്റെ ഡിഗ്രിയും PG ഫിസിക്സ് ആയിരുന്നു. ഈ 7 വർഷവും ഞാൻ പഠിച്ചത് ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ്. സാർ ഇവിടെ ഒരു കാര്യം പറയുകയുണ്ടായി, അത് ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഗവൺമെൻറ് വിമൻസ് കോളേജ് എന്നൊരു സ്ഥാപനം, അവിടെ പഠിച്ച ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു കലാലയം മാത്രമല്ല, ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു മഹാപ്രസ്ഥാനം. ഇപ്പോഴും ഞങ്ങൾ കാണുന്നത് ആ വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങളൊക്കെ ഇരിക്കുന്നതായിട്ടാണ്. ഞങ്ങൾ തന്നെ പരിപാടി ഓർഗനൈസ് ചെയ്യും, ഞങ്ങൾ തന്നെ നടത്തും, ഞങ്ങൾ തന്നെ സംഘടിപ്പിക്കും. ഇനി അത് കോളേജിൻ്റെ ആർട്സ് ഫെസ്റ്റിവൽ ആണെങ്കിലും, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളാണെങ്കിലും, യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണെങ്കിലും, അത് കലാപരിപാടികളാണെങ്കിലും എല്ലാം നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്തു, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന വളരെ മനോഹരവും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു കലാലയ അന്തരീക്ഷമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗവൺമെൻറ് കോളേജ് നമ്മുടെ ഇലന്തൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും കാർഷികമായിട്ടും വ്യത്യസ്തമായ ചരിത്രപരമായിട്ടും രാഷ്ട്രപിതാവ് മഹാത്മജി വന്ന പ്രദേശമാണ് ഇലന്തൂർ. അങ്ങനെ ചരിത്രപരമായും സാംസ്കാരികമായിട്ടും ഒക്കെ തന്നെ വ്യത്യസ്തമായി നിലകൊള്ളുന്ന ഇലന്തൂരിൽ നമ്മുടെ പത്തനംതിട്ടയുടെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തലയെടുപ്പോടെ നിലകൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷമാണ് വാസ്തവത്തിൽ ഇന്നിവിടെ സമ്മേളിക്കുമ്പോൾ ഉള്ളത്. ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഈ ഇലന്തൂർ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നമ്മുടെ ഇവിടെ പടയണിയുണ്ട്. പടയണിക്ക് തന്നെ പല ചിട്ടകളാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു പെർഫോമിംഗ് ആർട്സിൻ്റെ ഒരു സെൻറ്ററായിട്ട് ഇലന്തൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരണം, അത് അങ്ങനെ വളരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം.